നമസ്തേ, സ്പോക്കൺ ട്യൂട്ടോറിയൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫ്യൂച്ചർ ടെൻസിലുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ, അതായത് ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നത് എന്ന് നോക്കാം. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പഠിക്കാം. അവൻ ഇന്ന് മുംബൈയിലേക്ക് പോകും. വോ ആജ് മുംബൈ ജായേഗ. വോ അവൻ, ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്, മുംബൈയിലേക്ക് പോകും, മുംബൈ ജായേഗ. ഇവിടെ വെർബ് ഏതാണ്? ജാന എന്നാണ്. ജാന പോവുക എന്ന്, ജാന എന്നാണ് വെർബിൻ്റെ സാമാന്യ രൂപം. അതിൽ നാ മാറ്റിയിട്ട് എന്ത് ചേർത്തു? ഏക എന്ന് ചേർത്തു. അപ്പോൾ ജാന എന്തായി മാറി? ജായേഗ എന്നായി മാറി. ജായേഗ പോകും. वो आज मुंबई जाएगा. ഓക്കെ. അവൾ ഇന്ന് പോകും. वो आज जाएगी. ഇവിടെ സ്ത്രീ ആയതുകൊണ്ട് ജായേഗി എന്നായി മാറി. പുരുഷനാണെങ്കിൽ वो आज जाएगा. അവൾ നാളെ വരും. वो कल आएगी. അവൾ നാളെ വരും. वो कल आएगी. ആന എന്ന ക്രിയയിൽ നിന്നുണ്ടായതാണ് ആയേഗി. ആനയിലെ നാ മാറ്റി എന്ത് ചേർത്തു? ഏഗി എന്ന് ചേർത്തു. കാരണം ഇവിടെ അവൾ എന്നാണല്ലോ, സ്ത്രീയാണല്ലോ, അതുകൊണ്ട് ഏഗി ചേർത്ത് ആയേഗി എന്നാക്കി മാറ്റി. വോ കൽ ആയേഗി. ഇനി ഏങ്കെ ഏങ്കി ചേർക്കുന്നത് എവിടെയാണെന്ന് നോക്കാം. കൂടുതൽ ആൾക്കാരെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ റെസ്പെക്റ്റ് കാണിച്ച് പറയുമ്പോഴൊക്കെ ഏങ്കെ ഏങ്കി വെർബിനോട് കൂടി ചേർത്ത് ഫ്യൂച്ചർ ടെൻസാക്കി മാറ്റാം. ഉദാഹരണം നോക്കാം. നമ്മൾ എന്തു ചെയ്യും? ഹം ക്യാ കരേങ്കെ. ഹം ക്യാ കരേങ്കെ. ഇവിടെ നമ്മൾ കുറേ പേരുണ്ടല്ലോ, അതുകൊണ്ട് കരേങ്കെ ഏ ശബ്ദം വരണം. അപ്പോഴാണ് അത് പ്ലൂരൽ ഫോം ആകുന്നത്. ഹം ക്യാ കരേങ്കെ. ഇതിൽ ക്രിയയുടെ സാമാന്യ രൂപം കർന എന്നാണ്. അതിൽ നാ മാറ്റി ഏങ്കെ ചേർത്തു. അപ്പോൾ കരേങ്കെ എന്നായി മാറി. ഇനി നമ്മൾ സ്ത്രീകളാണെങ്കിൽ ഹം ക്യാ കരേങ്കി എന്ന് പറയാം. സ്ത്രീയും പുരുഷനും ചേർന്ന ഒരു ഗ്രൂപ്പാണെങ്കിൽ, ഗ്രൂപ്പിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹം ക്യാ കരേങ്കെ എന്ന് തന്നെ പറഞ്ഞാൽ മതിയാകും. അവർ എവിടെ പോകും? വേ കഹാൻ ജായേങ്കെ. അവർ എവിടെ പോകും? വേ കഹാൻ ജായേങ്കെ. വേ അവർ, കഹാൻ എവിടെ പോകും ചോദിക്കാൻ കഹാൻ ജായേങ്കെ. വേ അവർ കൂടുതൽ പേരുള്ളത് കൊണ്ട് നമ്മൾ ഏത് ഫോമാണ് ഉപയോഗിക്കേണ്ടത്? ഏങ്കെ എന്ന ഫോമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ജായേങ്കെ എന്നാവും. വേ കഹാൻ ജായേങ്കെ. ഇനിയിപ്പോൾ അദ്ദേഹം എവിടെ പോകുമെന്ന് ചോദിക്കാനും ഇതുപോലെ തന്നെ ചോദിച്ചാൽ മതിയാകും. വേ കഹാൻ ജായേങ്കെ. അവർ ഇന്ന് രാത്രി പാലക്കാട് പോകും. വേ ആജ് രാത് പാലക്കാട് ജായേങ്കെ. അവർ ഇന്ന് രാത്രി പാലക്കാട് പോകും. ഇവിടെ രാത്രി എന്ന് എഴുതാൻ വിട്ടുപോയതാണ്, ചേർത്ത് വായിക്കുക. രാത്രി. അവർ ഇന്ന് രാത്രി പാലക്കാട് പോകും. വേ ആജ് രാത് പാലക്കാട് ജായേങ്കെ. വേ അവർ അല്ലെങ്കിൽ അദ്ദേഹം, ആജ് ഇന്ന്, രാത് രാത്രി, ആജ് രാത് ഇന്ന് രാത്രി, പാലക്കാട് ജായേങ്കെ പാലക്കാട് പോകും. വേ ആജ് രാത് പാലക്കാട് ജായേങ്കെ. നിങ്ങൾ എന്തു ചെയ്യും? തും ക്യാ കരോഗെ. തും നിങ്ങൾ, ക്യാ കരോഗെ എന്തു ചെയ്യും. തും കർത്താവായി വരുമ്പോഴാണ് വെർബിൻ്റെ കൂടെ ഓകെ അല്ലെങ്കിൽ ഓഗി ചേർത്ത് ഫ്യൂച്ചർ ടെൻസാക്കി മാറ്റുന്നത്. തും ക്യാ കരോഗെ, നിങ്ങൾ എന്തു ചെയ്യും. ഇതൊരു പുരുഷനാണ് പറയുന്നതെങ്കിൽ കരോഗെ, സ്ത്രീയാണെങ്കിൽ തും ക്യാ കരോഗി എന്നാവും. അതായത് കർന എന്ന വെർബിൻ്റെ നാ മാറ്റി ഓകെ അല്ലെങ്കിൽ ഓഗി ചേർത്ത് പറയാവുന്നതാണ്. തും കർത്താവായി വരുമ്പോൾ ഓക അല്ലെങ്കിൽ ഓഗി വെർബിനോട് ചേർത്ത് നമുക്ക് ഫ്യൂച്ചർ ടെൻസാക്കി മാറ്റാം. ക്യാ തും നാച്ചോഗെ. നീ ഡാൻസ് കളിക്കുമോ?
ഇത് ഒരു മെയിലിനോട് ചോദിക്കുമ്പോൾ, ഒരു പുരുഷനോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കാം, ക്യാ തും നാച്ചോഗേ. അതുപോലെ സ്ത്രീയോടാണെങ്കിൽ ക്യാ തും നാച്ചോഗി. സ്ത്രീയോട് ക്യാ തും നാച്ചോഗി. നാച്ചിന പറഞ്ഞാൽ അറിയാമല്ലോ, ഡാൻസ് ചെയ്യുക. അതിൻ്റെ നാ മാറ്റിയാണ് ഈ ഓഗേ അല്ലെങ്കിൽ ഓഗി ചേർത്തത്. ക്യാ തും നാച്ചോഗേ അല്ലെങ്കിൽ ക്യാ തും നാച്ചോഗി. നിങ്ങൾ എന്തു ചെയ്യും? തും ക്യാ കരോഗേ. ഇത് ദേഷ്യപ്പെട്ട് ചോദിക്കാനും ഉപയോഗിക്കാവുന്നതാണ്. തും ക്യാ കരോഗേ. ഇനി ചെയ്യുമോ എന്ന് ചോദിക്കാൻ ക്യാ ആദ്യം ചേർത്താൽ മതി. ക്യാ തും കരോഗേ. നിങ്ങളത് ചെയ്യുമോ? ക്യാ തും കരോഗേ. നിങ്ങൾ വരുമോ? ക്യാ തും ആവോഗേ. നിങ്ങൾ വരുമോ? ക്യാ തും ആവോഗേ. തും ഉള്ളത് കൊണ്ട് ഓഗേ ചേർത്ത് പറയണം. ക്യാ തും ആവോഗേ. എനിക്കറിയാം നിങ്ങൾ തീർച്ചയായും വരുമെന്ന്. മുझे പത്താ ഹേ തും ജരൂർ ആവോഗേ. എനിക്കറിയാം നിങ്ങൾ തീർച്ചയായും വരുമെന്ന്. മുझे പത്താ ഹേ തും ജരൂർ ആവോഗേ. മുझे എനിക്ക്, മുझे പത്താ ഹേ എനിക്കറിയാം. തും നിങ്ങൾ, ജരൂർ പറഞ്ഞാൽ തീർച്ചയായും, ജരൂർ ആവോഗേ തീർച്ചയായും വരുമെന്ന്. മുझे പത്താ ഹേ തും ജരൂർ ആവോഗേ. ഇത് ചോദ്യമായി മാറ്റാൻ ക്യാ ചേർത്താൽ മതി. ക്യാ തും ജരൂർ ആവോഗേ. നിങ്ങൾ തീർച്ചയായും വരുമോ? ക്യാ തും ജരൂർ ആവോഗേ. തും എന്ന് പറഞ്ഞാൽ ഒരാൾക്കും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ ഉദ്ദേശിച്ചും പറയാവുന്നതാണ്. മേ കർത്താവായി വരുമ്പോൾ ഫ്യൂച്ചർ ടെൻസ് ആക്കാൻ വെർബിനോട് കൂടി ഊങ്ക അല്ലെങ്കിൽ ഊങ്കി എന്നിവയാണ് ചേർക്കേണ്ടത്. എക്സാമ്പിൾസ് നോക്കാം. ഞാൻ നാളെ രാവിലെ തൃശ്ശൂർ പോകും. മേ കൽ സുബഹ് തൃശ്ശൂർ ജാഊങ്ക. മേ ഞാൻ, കൽ നാളെ, സുബഹ് രാവിലെ, നാളെ രാവിലെ എന്ന് പറയാൻ കൽ സുബഹ്, തൃശ്ശൂർ ജാഊങ്ക തൃശ്ശൂർ പോകും. ഇവിടെ മേ ആണ് കർത്താവ്, അതുകൊണ്ട് ജാന എന്ന വെർബിൻ്റെ കൂടെ ഊങ്ക ചേർത്ത് പറയുമ്പോൾ എന്താകും? ജാവൂങ്ക ആയി മാറും. ജാനയിലെ നാ മാറ്റി ഊങ്ക ചേർത്തു, അപ്പോൾ ജാവൂങ്ക. മേ കൽ സുബഹ് തൃശ്ശൂർ ജാവൂങ്ക. ഞാനിപ്പോൾ കഴിക്കും. മേ അബി ഖാവൂങ്ക. ഞാനിപ്പോൾ കഴിക്കും. മേ അബി ഖാവൂങ്ക. അബി ഇപ്പോൾ, ഖാവൂങ്ക കഴിക്കും. ഖാന കഴിക്കുക. കഴിക്കുമെന്ന് പറയാൻ ഖാന എന്ന വെർബിൻ്റെ നാ മാറ്റി ഊങ്ക ചേർത്തു, അപ്പോൾ എന്തായി? ഖാവൂങ്ക എന്നായി മാറി. മേ കർത്താവായതുകൊണ്ട് ഊങ്ക ചേർത്ത് പറയണമല്ലോ വെർബിൻ്റെ കൂടെ. അപ്പോൾ ഇവിടെ എന്തായി? മേ അബി ഖാവൂങ്ക. ഞാനിപ്പോൾ കഴിക്കും. ഞാൻ പിന്നീട് കഴിക്കാം. മേ ബാദ് മേ ഖാവൂങ്കി. മേ ബാദ് മേ ഖാവൂങ്കി. ഇതിൽ മേ ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് ഖാന എന്ന വെർബിൻ്റെ നാ മാറ്റി എന്ത് ചേർത്തു? ഊങ്കി ചേർത്തു, അപ്പോൾ ഖാവൂങ്കി എന്നായി മാറി. മേ ബാദ് മേ ഖാവൂങ്കി. ഇതൊരു പുരുഷനാണ് പറയുന്നതെങ്കിൽ മേ ബാദ് മേ ഖാവൂങ്ക എന്നാണ് പറയേണ്ടത്. ഞാൻ ഈ പണി ചെയ്യാം. മേ യേ കാം കരൂങ്ക. മേ ഞാൻ, യേ കാം ഈ പണി, കരൂങ്ക ചെയ്യാം. ഇവിടെ വെർബ് കർന എന്നാണ്. കർന ചെയ്യുക. കർന അതിൽ നാ മാറ്റി ഊങ്ക ചേർത്തു, അപ്പോൾ കരൂങ്ക എന്നായി മാറി. മേ യേ കാം കരൂങ്ക. ഇനി സ്ത്രീയാണ് പറയുന്നതെങ്കിൽ എങ്ങനെ പറയണം? മേ യേ കാം കരൂങ്കി. ഇന്ന് നമ്മൾ ഭാവിയിലെ കാര്യങ്ങൾ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുക എന്നാണ് പഠിച്ചത്. എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ വീണ്ടും വീണ്ടും കണ്ട് നന്നായി പഠിക്കുക. ഇനി ഇത് തെറ്റിക്കരുത്. ഓക്കെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ठीक है, धन्यवाद. अगले वीडियो में मिलते हैं, तब तक के लिए अलविदा.